ശരിയാ. ആ ആ ശരിയാ, അതും ചെയ്യാം. ആ എന്നാ നോക്കി. എടാ രാമേന്ദ്ര. ആ രാമേന്ദ്രനല്ല, മോളിൽ നിന്ന് ഇപ്പൊ വന്ന ചന്ദ്രൻ. എടാ രാമേന്ദ്ര, വാ നമുക്ക് അപ്പുറം തട്ടുകടയുണ്ട്, അവിടുന്ന് ചായലും കുടിക്കാല. ഇത് നിന്റെ വീടാന്നല്ലേ ഈ സ്ഥലം? ചായ കുടിച്ചിട്ട് പോവാൻ പറയാ. എന്താ ചെയ്യാ രാമേന്ദ്ര, എനിക്ക് ജീവിക്കണമെന്നില്ലടാ. ഞാൻ മരിക്കാൻ പോവാടാ. നീ എന്താ പറഞ്ഞ? അമേരിക്കയിൽ പോകുന്ന എന്താ മനസ്സിലായിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അമേരിക്കയിൽ പോകുന്നു പറഞ്ഞല്ലടാ, ഞാൻ മരിക്കാൻ പോവാന്നാ പറയുന്നത്. എന്ത് കുന്തെങ്കിലും ചെയ്തോ, എനിക്ക് എന്റെ പൈസ കിട്ടണം. അതാ ഞാൻ പറഞ്ഞ, ഞാൻ മരിക്കാൻ പോവാന്ന്. മരിക്കാൻ പോകുന്ന? എടാ നീ മരിച്ച എന്റെ 2 ലക്ഷം ആര് തരും? ഞാൻ ജീവിച്ചിരുന്നാലും അത് തരാൻ പറ്റൂല എനിക്ക്. എന്താ ചെയ്യാ, ഞാൻ എന്ത് ചെയ്യുന്നത്? നീ കരഞ്ഞോ, പക്ഷെ കള്ളക്കരച്ചിൽ കാണുമ്പോഴേ എനക്ക് മനസ്സിലാകും. എടാ കടം കാരണം എനിക്ക് ജീവിക്കാനും പുറത്തിറങ്ങാനും കഴിയുന്നില്ല. നീ എന്നെ ഒന്ന് കൊന്നുതരുവാടാ. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എനക്കെന്റെ 2 ലക്ഷം മുതലാക്കിയാലേ പറ്റൂ. ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന് തയ്യാറാ? എന്താ ചെയ്യാ? നീ എന്തിന് തയ്യാറായ സ്ഥിതിക്ക് ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം, മനസ്സിലായ? പറയടാ, ഞാൻ എന്താ ചെയ്യണ്ടേ? എടാ നിന്റെ കിഡ്നി വൃക്കി കരളല്ലേ പറിച്ചെടുക്കാനാ എന്റെ തീരുമാനം. നീ തയ്യാറായി നിന്നോ മോനെ? അയ്യോ തമാശ, എനിക്ക് വയ്യ എന്റെ തമാശ കേൾക്കാം. തമാശ? ഞാനീ പറഞ്ഞതിൽ എവിടെയാണ് തമാശയില്ലത്? എന്ത് തമാശ? നീ ചിരിക്കുന്നുണ്ടല്ലോ നീ. പിന്നെ തമാശനല്ലേ നീ പറഞ്ഞത്? ഒരു തമാശ പറടാ. ഞാൻ പറഞ്ഞതിൽ എന്താ തമാശയുള്ളത്? കത്തിയാന്ന് കുത്തി ഞാൻ പറഞ്ഞോ. എന്റെ വൃക്കയും കരളും കിഡ്നിയും എല്ലാം ഡാമേജാ. അതെനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? എടാ നിനക്ക് എന്താണ് സ്വന്തമായിട്ട് ഉള്ളത്? നീ അങ്ങനെ ഒന്നും തന്നെ പടക്കാക്കണ്ട. എന്റെ അടുത്ത് ഇതാ ബംഗാളി വീടിയും ലൈറ്ററും ഉണ്ട്. പിന്നെന്താ ഉള്ളത്? വീടിയും തീപ്പട്ടി അല്ലേ? പിന്നെന്താ ഉള്ളത്? ഷർട്ടും മുണ്ടും ചെരുപ്പും ഉണ്ട്. അതെ, നീ ചായക്കട തുടങ്ങാനല്ലേ എന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം വാങ്ങിയത് അല്ലേ? ഞാൻ ഇന്റെ അടുത്ത് 2 ലക്ഷം റുപ്യ വാങ്ങിയിട്ടില്ല. ഞാൻ നീ ചെക്ക് തന്ന് ഞാൻ ബാങ്കിൽ പോയിട്ട് മാറി. അതെന്താ നീ തിരിച്ചു തരാത്ത 2 ലക്ഷം? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ പാപ്പറായി. എന്റെ പൈസ നീ ഇത് തള്ളിക്കള. നിന്റെ കടല്ല ഞാൻ എഴുത്തള്ളല് അറിയാ? നിന്റെ തല കൊത്തിയിട്ട് ഞാൻ തള്ളും. നീ എന്തെങ്കിലും ചെയ്യ എന്നെ. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോണം അല്ലേ? അപ്പൊ നിനക്ക് സുഖമായല്ലോ അല്ലേ? നീ ഒരു കാര്യം, നീ എന്തെങ്കിലും പണിയെടുത്തിട്ട് എന്റെ കടം വീട്ടാൻ നോക്കടാ. 2 ലക്ഷം ഉറുപ്പ്യല്ലേ, ഞാനെന്ത് ചെയ്യും? നീ എന്തെങ്കിലും ഒരു പണി ശരിയാക്കിത്താ. ആ പണി എന്ന് പറഞ്ഞാൽ നിനക്ക് ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കാനല്ലേ അറിയൂ അല്ലേ? അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഒരു ഹോട്ടലുകാരും എന്നെ അടുപ്പിക്കൂല. ഹോട്ടലുകാർ നിന്നെ അടുപ്പിക്കൂലേ? അതെന്താ പ്രശ്നം? ഹോട്ടലുകാരുടെ ഇടയിൽ ഒരു പേരുണ്ട്, തുപ്പല് വാസു. നിനക്ക് അങ്ങനെ ഒരു 2 പേരുണ്ടാ? തുപ്പൽ വാസുവാ? ഈ പൊറോട്ടയും മാവിലും കുഴച്ച് വെച്ചില്ലേ ഇടക്കിടക്ക് ഞാൻ തുപ്പും. എടുത്ത് ജീവിക്കാനും എനിക്ക് പറ്റൂല. നീ ഒരു കാര്യം ചെയ്, നീ എന്നെ അടിച്ചിട്ടിട്ട് ഓടിക്കോ. എന്തിനാണ് ഞാൻ എന്നെ അടിച്ചിട്ട് ഓടിക്കുന്നത്? നീ എന്നെ അടിച്ചിട്ട് ഓടിക്കോ. വൈകുന്നേരം ആകുമ്പോഴേ പോലീസുകാരൻ നിന്നെ പിടിച്ച് ജയിലിലാക്കും. എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയ കേസിൽ നീ അകത്താവും. അങ്ങനെ നീ ജയിലിലാവും. ജയിലിൽ ഇപ്പം ദിവസം 600 റുപ്യ കൂലിയുണ്ട്. അങ്ങനെ 2-3 കൊല്ലം ജയിലിൽ കിടക്കും. ആ പൈസ നീ എനക്ക് അയച്ചെന്നാ മതി. വെറുതെ അല്ല നീ പൈസക്കാരനും ഞാൻ ദരിദ്രനായത്. എന്റെ കാഞ്ഞ ബുദ്ധിയുണ്ടല്ലോ. എടാ നീ എന്നെ പെട്ടെന്ന് തല്ല്, ഞാനിങ്ങനെ വീഴും. അപ്പൊ നീ ഓടിക്കോ. അപ്പൊ എന്റെ ഒച്ചി പകളെല്ലാം കേട്ട് നാട്ടുകാർക്ക് വന്ന് അപ്പൊ ആൾക്കാർ കൂടും. വൈകുന്നേരം പോലീസ് നിന്നെ വന്ന് പിടിച്ചോളും. നീ പെട്ടെന്ന് തന്നെ തല്ല്. എന്നെ കൊല്ലാൻ നോക്കിയ കേസിൽ നീ ഒരു 2-3 കൊല്ലം ജയിലിൽ കിടക്കും. മനസ്സിലായില്ലേ? നല്ലൊരു തുക എന്റെ കയ്യിൽ വരും. അത് നീ തന്നു കഴിഞ്ഞാൽ നിന്റെ കടലിലും വീട്ടി. നീ എന്നെ പെട്ടെന്ന് അടിക്കാൻ നോക്ക്. അതുണ്ടല്ലോ. നീ എന്താ ചെയ്തത്? മരിക്കേ, ഞാൻ ജയിലിൽ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് ജീവിക്കണം.